ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇന്ന് വീട്ടിലാണ്. എന്താ ഒരു ഭയങ്കര ക്ഷീണമില്ലേ, ഭയങ്കര ഷോൾഡർ പെയിനാണ് കേട്ടോ. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അപ്പോൾ ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായി, 8 മണിയായി എണീറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമാണ് മുഖത്തുള്ളത്. ആയിക്കോട്ടെ ഇത് അസ്മിക്കുട്ടൻ ഇതാ അടിച്ചു വരുന്നിട്ടാ. ഞാൻ ഇന്ന് ലിയനെ വിട്ടിക്കണ്. ഞാൻ കടയൊക്കെ പോകുമ്പോൾ ലിയനെ വിടാറില്ലല്ലോ. അപ്പം ഇന്ന് ഇതാ ലിയനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഷോൾഡർ പെയിൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അസ്മിക്കുട്ടനോട് പറഞ്ഞു ഒന്ന് മുറ്റടിച്ച് വരുമെന്ന്. ആളടിച്ചരാമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ അതല്ല, ആളൊന്ന് ചിറകൊക്കെ ഒന്ന് ഓടിക്കട്ടെ, അവൻ്റെ കയ്യും കാലൊക്കെ ഒന്ന് ഓടിക്കണത് നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആൾ ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ അവിടുന്ന് ഇവിടുന്നൊക്കെ ഉണ്ട് അടിക്കണത്. ലിയോ അവ അടിച്ചു വരിക്കോട്ടെ. എന്താടാ ലിയോ 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 എന്താടാ വാടാ ലിയോ വാടാ, പൊക്കോ. പോയി അവൻ്റെ അടുത്ത് ഓടിയിട്ടാ. ലിയോ കം, ലിയോ കളിയിലാണല്ലോ. ലിയോ എന്താടാ ഇങ്ങനെ അടിച്ചു വരിക? അപ്പോൾ അതാ ഗൈസ്, ഇന്നെന്തോ നല്ല കാറ്റുണ്ട് കേട്ടോ. പിന്നെ കാറ്റൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും തണുപ്പ് കുറവാണല്ലേ. പൊതുവേ ഇവിടെ തണുപ്പ് കുറവാണ്. കഴിഞ്ഞ വർഷത്തിനും കാട്ടി ഈ മാസം കുറവാണ് കേട്ടോ. അപ്പോൾ അതാ അസ്മിക്കുട്ടൻ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു. കണ്ടോളൂ മുറ്റടിച്ചത്. കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു തല അടിക്കുമ്പോൾ ഒരു തല വീഴുന്നുണ്ട്. അത് വൃത്തിയിലൊന്നല്ല അടിച്ചത്, എന്നാലും നമുക്കൊരു സന്തോഷമാണല്ലോ അത് കാണുമ്പോൾ തന്നെ. അപ്പോൾ അതെ അസ്മിക്കുട്ട അപ്പുറത്തെ വീട്ടിൽ വെക്കണം പൂച്ചനെറ്റ്. ദാ ലിയോ വാ ഇങ്ങോട്ട് പോരെ പൊന്നെ, വലിയ നെറ്റിട്ട് വാ ലിയോ. ചേച്ചി ചീത്ത പറയും. വാ ലിയോ അടി, ലിയോ വാ. പിന്നെ അതാ നമ്മളുടെ പാടം ഒന്നിങ്ങനെ ഫ്രീ ആയപ്പോൾ ഒന്ന് ഭയങ്കര ഷോൾഡർ പെയിനും ഉണ്ട്. പിന്നെന്തോ വയറിനൊരു വേദന, എന്താണെന്നറിയില്ല. ഞാൻ ഈ പഴം കഴിച്ചു ഇപ്പോൾ രാവിലെ. എനിക്ക് തോന്നുന്നത് അതാണോ എന്നൊരു സംശയം. കൊറ്റി അടിപൊളിയല്ലേ. ഈ വണ്ടി പോണുണ്ട്. ഈ വണ്ടി നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. സുന്ദരം. ഞാനൊന്നും ഇങ്ങോട്ടൊന്നും വരാറില്ല കേട്ടോ. വെള്ളം ഉള്ളതുകൊണ്ടാണ്. വെള്ളം ഇപ്പം ഒന്ന് വറ്റിയിരിക്കണ്. നല്ല സൂപ്പർ. ഞാൻ ഇതേ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. വെയിലുണ്ട്, പാടത്ത് കാറ്റുണ്ട്, വെയിലുണ്ട്. പക്ഷെ അത് അല്ല അറിയണമെന്നില്ല, വെയിലിൻ്റെ ചൂടൊന്നുമില്ല. പക്ഷെ എന്തൊക്കെ ഭയങ്കര ക്ഷീണം. എന്താ മുഖത്ത് ഞാൻ നീറ്റാ 8 മണിയായിട്ടോ. അപ്പോൾ അത്രയും നേരം കിടന്നതിൻ്റെ തോന്നുന്നു മുഖത്തൊരു ക്ഷീണമുണ്ട്. പിന്നെന്താ, ലിയനെ ഭക്ഷണം കഴിപ്പിക്കുന്ന തിരക്കിലാണ് ആള്. പൊന്നുവാ അയ്യേ, അവിടെ നിന്ന് ഇറക്കിക്കാ. അകത്ത് വെച്ചെടുക്കല്ലേ, ആ ചവിട്ടിയിലൊക്കെ ആവും. മീൻ കഴിക്കേണ്ട. നേരത്തെ കഴിച്ച് പകുതി ആയപ്പോൾ പിന്നെ ആൾ മുറ്റത്ത് ഇറങ്ങി. ഇച്ചടാ അവിടെ ആക്കിയില്ല. ഇതെന്തിനാണ് അവിടെ വെച്ചു കൊടുത്ത്? മത്തി. ലിയോ ഉണക്കാ. ലിയോ ഒരു കുപ്പായ ഇടാ പോയിട്ട്. എപ്പോൾ നോക്കിയാലും കുപ്പായ ഇല്ലാത്തൊരു കുട്ടി. വാ ലിയോ വാ. बनाने वीडियो पूतरामो हे बनाए कायतरामो पूकुरुका नायगंडे आलिना आयंडे नामरी मनो चामरे ചെന്താമര.
ഉം. ഏ ബനാനേ പാട് ഫുള്ള് പാട് ഇനിയുണ്ട്. അപ്പോൾ നമ്മുടെ അസ്മിക്കുട്ടൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞത് ആളിതാ കുപ്പായൊക്കെ ഇട്ടിട്ടോ. നല്ല കാറ്റുണ്ട് ഗൈസ്. ഉണ്ടോ എല്ലാം കാറ്റ് വീശുന്നുണ്ട്. പിന്നെന്താ വേറൊന്നും പറയാനില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. വീഴരുത് ലിയോടെ. ലിയോ പോയാ അവൻ കളിക്കാൻ പോയി തോന്നുന്നു. ഇനിയുണ്ടോ നല്ല കാറ്റ്, നല്ല സുഖമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ ദാ ഗൈസ് അസ്മിക്കുട്ട ഓക്കെ, അസ്മിക്കുട്ടൻ്റെ ഒരു പല്ല് ഇളകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതേ കണ്ട ആട്ട് അതാണ് അപ്പുറത്തൂടെ പല്ല് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഞങ്ങളുടെ മാമി കണ്ടിട്ട് പറഞ്ഞതാണ് അസ്മിക്കുട്ടൻ്റെ അപ്പുറത്ത് പല്ല് വരുന്നുണ്ട്, വേഗം പറിച്ചോന്ന്, ഇല്ലയെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ആകെ സീനാവും. അപ്പോൾ അതാ ഞാൻ ഇന്ന് എന്തായാലും ലീവല്ലേ, അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ അപ്പോൾ അത് ഇളക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എനിക്കത് ഇളക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടി വരുന്നുണ്ട് കേട്ടോ. ചോര കണ്ട അപ്പം ഞാൻ തല ഇറങ്ങും, അതുകൊണ്ടാണ് അതിപ്പോൾ തന്നെ മുൻകൂട്ടി ഞാൻ വെറുതെ ഇരുന്ന് ആലോചിക്കുകയാണ്. ആ കാരണം അതാ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എടാ എടുക്കുക ഇതേ മിഠായി ഇന്ന് പല്ലൊക്കെ കേടാണ് കേട്ടോ, ഇപ്പുറത്തൊക്കെ കേടുണ്ട്. പറിക്കുക ഇളക്കട്ടെ. ചെറിയ പല്ലായതുകൊണ്ട് പിടിക്കാൻ തന്നെ പറ്റണില്ലേ, ചെറിയ പല്ലാണ്, ഈ പല്ലാണ് ഇളകുന്നത്. ഇത് ഏ പൊന്നു അപ്പോൾ ഓസ്മിക്കുട്ടൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കുളിച്ച് സുന്ദര കുട്ടപ്പനായതാ. അവനക്ക് ഇടനേരത്ത് ഞാൻ ചായ കൊടുക്കേണ്ട, ചായയും പിന്നെ ന്യൂഡിൽസും, ഇതാകുമ്പോൾ പിന്നെ ആൾ കഴിച്ചോളും. പിന്നെ ഞാൻ ഇടത്തെ കൈയ്യറ്റല്ല ഇട്ട കൊടുക്കുന്നത്, നമ്മൾ വീഡിയോസ് എടുത്തപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ.